എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളിപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങൾ പരിചയപ്പെടുത്തിയ പൽപ്പൊടി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. ചോടാതിരിക്കില്ല. എന്നാലും ഞാൻ ചോദിക്കാം, നിങ്ങളത് വീട്ടിൽ പരീക്ഷിച്ചിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഞങ്ങൾ ഇന്നൊരു പുതിയൊരു ഐറ്റമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. നമുക്ക് എങ്ങനെ വീട്ടിൽ എള്ളുണ്ട എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളൊരു ഐറ്റത്തെയാണ്. എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടൊരു ഐറ്റമാണ്. കുട്ടികൾക്ക് എള്ളുണ്ട ഉണ്ടാക്കി വയ്ക്കാൻ കുട്ടികൾക്ക് വൈകിട്ട് ചായക്കൊപ്പം കൊടുക്കാൻ പറ്റാവുന്നതാണ്. ആരോഗ്യപരമായിട്ടും വളരെ ഉത്കൃഷ്ടമായൊരു ഉൽപ്പന്നമാണ് ഈ എള്ളുണ്ട. കാരണം നമുക്ക് മറ്റേ മുട്ടുവേദന, അതുപോലെ പല അസുഖങ്ങൾക്കും എള്ള് തനിച്ച് ചിലർ അത് മുളപ്പിച്ച് കഴിക്കുന്നതാണ്. കൂടാതെ കുട്ടികൾ കഴിക്കാൻ വേണ്ടി മധുരം ചേർത്ത് ഉണ്ടാക്കുന്നതാണ് കുട്ടികൾ അധികം കഴിക്കുക. അപ്പം നമ്മുടെ പുതിയ ഐറ്റം നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. നമുക്ക് എള്ളുണ്ട ഉണ്ടാക്കാൻ വേണ്ട ഐറ്റംസ്: അരി 250 ഗ്രാം അരിയാണ്. ഈ അരി എന്ന് പറഞ്ഞാൽ നമ്മൾ തവിട് കളയാത്ത അരിയാണ്. നിങ്ങൾക്ക് തവിട് കളഞ്ഞ അരി ഉപയോഗിക്കാം. കാരണം ഓരോരുത്തരെ താല്പര്യം പോലെ ചെയ്യാം. 75% തവിടുണ്ട്. പിന്നെ ഇത് എള്ള്, അത് 250 ഗ്രാം തന്നെയാട്ടാ. ഇത് ശർക്കര, അത് 250 ഗ്രാം. ഇത് വേണമെങ്കിൽ ശർക്കര നമുക്ക് മറയൂർ ഉപയോഗിക്കാം. മറയൂർ ഉപയോഗിക്കുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് കിട്ടും. പൊടി ശർക്കര ഉപയോഗിക്കാം. കൂടാതെ നമ്മൾ ഒരു മുറി നാളികേരം കൂടി ഇതിലേക്ക് വേണം. അത് നമ്മൾ ഇത് ചേർക്കേണ്ടതാണ്. അങ്ങനെ 4 ഐറ്റം ആണ് നമ്മൾ ഈ എള്ളുണ്ട ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. ഈ അരി കഴുകിയിട്ട് വാര വെച്ചിട്ട് വറുക്കണം. അടുത്തത് അതുപോലെ തന്നെ എള്ളുള്ള കഴുകിയിട്ട് വാര വെച്ചിട്ട് വറുക്കണം. അതുപോലെ ശർക്കര ഗ്രേറ്റ് ചെയ്തിട്ട് കല്ലുണ്ട നോക്കണം, അല്ലെങ്കിൽ ഉരുക്കിയിട്ട് തറക്കും. 2 മാർഗത്തിൽ നമുക്ക് ഉപയോഗിക്കാം. നമ്മൾ പൊടി ശർക്കരയ്ക്ക് ഉപയോഗിക്കാൻ കയ്യിലുണ്ടായിരുന്നില്ല, അപ്പോൾ അത് പെട്ടെന്ന് വാങ്ങിച്ചതാണ്. അത് കഴിഞ്ഞ പിന്നെ നാളികേരം ചെരുകിയിട്ട് നമുക്ക് വറക്കണമെങ്കിൽ വറക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ, അല്ലെങ്കിൽ പിന്നെ പച്ചക്ക് ഇടുക. അതുപോലെ ശർക്കര ഉരുക്കിയിട്ട് ഒഴിക്കുമ്പോൾ കുറച്ച് ദിവസം കുറവിരിക്കണം. അതെല്ലാം ഗ്രേറ്റ് ചെയ്തിടുമ്പോൾ കുറച്ച് കൂടുതൽ ദിവസം ഇരിക്കും. ഇത് അരി കഴുകിയിട്ട് വാര വെച്ച് നന്നായി കഴുകിയിട്ട് എടുത്ത് വാര വെച്ച് ഒരു പൊടി നാളികേരാണ്. ഇത് ഇത്ര മതി. അപ്പോൾ ഇത് ഞാൻ ചെറിയ കൊണ്ടിരിക്കുകയാണ്. കഴുകി വാര വെച്ച അരി വറുത്തോണ്ടിരിക്കുകയാണ്. നാളികേരം ചെറിയ ഒരു സ്വല്പം കൂടി നാളികേരത്തിൻ്റെ തവിട്ട് കളറൊക്കെ കറുപ്പുള്ള നാളികേരം കഴിഞ്ഞിട്ട് വെള്ള കളറിലിട്ട് വരുന്നത് കുഴപ്പമുള്ള കാര്യങ്ങളല്ല. ശരീരത്തിനാണ് എന്താ വെച്ചാൽ ചെറിയ കൊണ്ടിരിക്കുമ്പോഴേ പൊടിയും. അത് നമ്മൾ ഇത് ചെറിയ പൊട്ടിച്ചിട്ട് ഇടണം. അല്ലെങ്കിൽ ഉണ്ട കഴിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നും. ഇത് അടിച്ചിട്ട് ഇടത്ത് വറുത്തടിച്ചിടുമ്പോൾ ഇതൊന്നും അറിയില്ല. പച്ചക്ക് ഇടുകയെങ്കിൽ അത് ഇതും ഞങ്ങൾ പിന്നെ പച്ചക്കാണ് ഇപ്പോൾ ഇതിടാൻ പോകുന്നത്. അപ്പോൾ നാളികേരം ചെറിയ കഴിഞ്ഞു. അരി വറക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് എള്ള് വറക്കും. പിന്നെ വെള്ളം നമ്മൾ ഗ്രേറ്റ് ചെയ്യും. അതേ നമ്മൾ ഉണ്ടാക്കും. എള്ള് കഴുകി വെള്ളം പോകാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. അവിടെ പിന്നെ ഭാര്യ അരി വറുത്തുകൊണ്ടിരിക്കുക. അരി വറുത്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ എള്ള് വറക്കും. ഇതിങ്ങനെ നമ്മൾ പെട്ടെന്നാകും. ഇത് ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൈ കൊണ്ടൊന്ന് ഇറങ്ങി നോക്കണം. നല്ല ഉണ്ടോയെന്ന് അറിയുന്നുണ്ട്. എല്ലാം കഴുകി വാര വെച്ചത് വറുത്തുകൊണ്ടിരിക്കണം. അതധികം വറുക്കണ്ട. അത് പെട്ടെന്ന് ആവണ സാധനം പെട്ടെന്ന് പൊരിയാണെങ്കിൽ പിന്നെ കയ്ക്കും. ഇതെല്ലാം ഗ്രേറ്റ് ചെയ്യാൻ പറയുന്നത് ഗ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ചോറ് ഗ്രേറ്റ് ചെയ്താൽ മതി. ഇത് ഗ്രേറ്റ് ചെയ്യുമ്പോൾ പ്രത്യേക ടേസ്റ്റ് ഞാൻ ഉണ്ടെങ്കിൽ ഉണ്ടാവും. അല്ലെങ്കിൽ ഓരോരുത്തരെ താല്പര്യം പോലെ ഞാൻ പറഞ്ഞുള്ള ഇത് പാനും തല്ലിട്ട് ഉപയോഗിക്കാം. ഗ്രേറ്റ് ചെയ്യുമ്പോൾ കുറച്ച് നാളുകൾ കൂടുതൽ ഗ്രേറ്റ് ചെയ്യുന്നു. അരിയാണ്. അരി കണ്ടില്ലേ, പൊട്ടി ഈ കളർ മാറിയുണ്ട്. അത് അതുപോലെ എള്ള്, ഇത് 2 പാത്രത്തിൽ എള്ളിട്ടുള്ളത് ചൂടാറാൻ വേണ്ടിയിട്ട് വെച്ചിട്ടാണ് ഫാൻ്റെ അടിയിൽ. അതുപോലെ ഗ്രേറ്റ് ചെയ്ത വെല്ലം
ചെരുകി കൊണ്ടുവന്ന നാളികേരം. എള്ളും മിക്സിയിലിട്ടിട്ട് അടിച്ചതിന് ശേഷം ഉരുട്ടാം. പൊടിച്ച് കൊണ്ടുവന്നതാണ്. കണ്ടില്ലേ, വളരെ നൈസായിരിക്കണം. ഇത് നൈസ് അല്ലെങ്കിൽ തരി എണ്ണിച്ചും കടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് വ്യത്യാസം സുഖമായി തോന്നുന്നു. അതുപോലെ ഇത് എള്ള് കണ്ടില്ലേ, എള്ള് നമ്മൾ നേരത്തെ ഇത് വറുത്ത് ഇതൊരു പകുതി പൊടിക്കാൻ പാടുള്ളൂ. ഫുള്ള് പൊടിച്ചാലും ഒരു വ്യത്യാസമില്ല. പകുതി പൊടിച്ചിട്ടും തകർക്കാന്ന് പറയും. അതുപോലെ തകർത്താൽ മതിയിട്ടാണ്. അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതിപ്പോൾ അരിപ്പൊടിയിലേക്ക് എള്ളിട്ടു, അതിന് ശേഷം ശർക്കര ഇട്ടു. ഇനി നമുക്ക് ഇടാനുള്ളത് നാളികേരം മാത്രം അതിലേക്ക് ചേർത്താൽ മതി. അതുകൊണ്ട് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഇനി എല്ലാം കൂടി ആയി കഴിഞ്ഞാൽ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് അതിന് ശേഷം നമുക്ക് എള്ളിൻ്റെ ഇപ്പോൾ മിക്സ് ചെയ്തുകൊണ്ട് കൈ കൊണ്ട് മിക്സ് ചെയ്യേണ്ട അത്ര ഫിനിഷിങ്ങും ടേസ്റ്റും മറ്റൊന്നും കിട്ടില്ല. കൈ കൊണ്ട് മിക്സ് ചെയ്യുമ്പോഴാണ് ഫുള്ള് എല്ലാ ഭാഗത്തേക്കും ആവും ഉണ്ടാകും. അത് മിക്സ് ചെയ്ത് കഴിഞ്ഞതിൻ്റെ കളറിന് വ്യത്യാസം വന്നു കഴിഞ്ഞ് നമുക്ക് ഉണ്ട പിടിക്കാനുള്ള പാകമായിട്ട്. കണ്ടില്ലേ, ഉണ്ട പിടിച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊരു ഉണ്ടാകുന്ന ഏകദേശം ഒരു 35-40 ഗ്രാമാണ് ഉണ്ടാകുക. നല്ല ഷേപ്പിലത് ഉണ്ടാക്കിയിരുന്നു. കാണാനും ഭംഗിയാണ്. നല്ല ഉരുണ്ട 35-40 ഗ്രാം ഉണ്ടാവും ഈ ഉണ്ടയുടെ വേസ്റ്റ്. ഇതുപോലെ പിടിച്ചു കഴിഞ്ഞാൽ കാണാൻ എന്താ ചന്തം, നല്ല കാണാൻ ഭംഗിയില്ല. ഇതുപോലെ ഉണ്ട പിടിച്ചിട്ട് നമുക്ക് ഇത് ഒരാഴ്ച നമുക്ക് ഫ്രിഡ്ജിൽ വെക്കണമെന്നില്ല, അല്ലാണ്ട് പുറത്ത് വെച്ചാലും ഒന്നും സംഭവിക്കില്ല. അപ്പോൾ എൻ്റെ കയ്യിൻ്റെ വലുപ്പത്തിനനുസരിച്ചുള്ളതാണ് ഞാൻ പറയണത്. 35-40 വേണമെങ്കിൽ നമുക്ക് ഓരോരുത്തരെ ഇഷ്ടം പോലെ ചെറുതായി വലിയ ഉണ്ടാക്കി ആക്കാം. അത് ഉണ്ട ഏകദേശം പിടിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിപ്പോൾ എള്ളുണ്ട ഉണ്ടാക്കി കഴിഞ്ഞു. ഏകദേശം ഒരു 20 പഴത്തൊക്കെ ഉണ്ടാവുന്നത് സാധാരണ ഉണ്ടാവുന്നത്. അതെ. അപ്പോൾ ഇതിൻ്റെ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുന്നുണ്ട്. ആ ഉണ്ടര കളറുണ്ടില്ല. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം, എങ്ങനെയുണ്ടെന്ന് അറിയണം. അടിപൊളിയായിട്ടത് നല്ല ടേസ്റ്റ്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ടേസ്റ്റ് ഒന്നുമില്ല. ഒരാഴ്ച 1.5 ഇരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളത് വീട്ടിൽ ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ ഇടുക. ഇനി അടുത്ത ദിവസം ഞങ്ങൾ പുതിയൊരു അടിപൊളി ഒരു വീഡിയോവുമായി വരുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ. Please subscribe, like, comment, share and enable bell button.